ഇന്നും സ്വാദ് എത്തി നിൽക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ കണ്ട പ്രശസ്തയായ ആ കവയത്രിയുടെ അടുത്താണ്, ആ പാചകക്കാരിയുടെ അടുത്താണ്, ആ സർവകലാ വല്ലഭയുടെ അടുത്താണ്. ഇത്രയും പൊക്കിയാ പോരെ, ഇത്രയ്ക്കുള്ള പൈസ തന്നിട്ടുള്ളൂ, അപ്പൊ ഇത്രയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ ഇന്നും ചിത്ര ശ്രീകുമാർ ആന്റിയോടൊപ്പമാണ് സ്വാദിന്റെ അംഗം. ഇന്ന് ചിത്ര ശ്രീകുമാർ ആന്റി നമുക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന കഴിഞ്ഞ തവണ ചെയ്ത പോലെ തന്നെ വളരെ റെയർ ആയിട്ടുള്ള ഒരു ഡിഷാണ്. ഡിഷല്ല, 2 ഡിഷസ് ആണ് കേട്ടോ. അതായത് തുളസിയില, അതായത് ഔഷധ മൂല്യമുള്ള 2 ഡിഷസ് ആയിരിക്കും നമുക്ക് വേണ്ടി പ്രസന്റ് ചെയ്യുന്നത്. പക്ഷെ ഔഷധ മൂല്യം ഉണ്ടെന്ന് പറഞ്ഞാൽ ഇതിന്റെ രുചിക്കോ ടേസ്റ്റിനോ ഒന്നും ഒരു കുറവും സംഭവിക്കത്തില്ല. ഔഷധ മൂല്യം ഒരു സൈഡില്, രുചി ഒരു സൈഡില്, രുചി ഒരു സൈഡില്, ഔഷധ മൂല്യം ഒരു സൈഡിൽ, അല്ലെ? ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തുള്ള ഒരു പരിപാടിയായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ആദ്യം ചെയ്യാൻ പോകുന്ന സംഭവത്തിന്റെ പേര് തുളസിയില ഹൽവ. തുളസിയില ഹൽവ. ഇനി ടീച്ചർ ആന്റി, ഞാൻ പേരൊക്കെ ടീച്ചർ എന്ന് വിളിച്ചു അങ്ങനെ, അതാണ് ആദ്യം സംബോധന ചെയ്യാൻ എളുപ്പം. അപ്പൊ തുളസിയില ഹൽവയാണ് ആദ്യം ചെയ്യാൻ പോകുന്നത്. സാധാരണ തുളസിയില എന്ന് പറഞ്ഞാൽ നമ്മൾ ആരും അധികം അതെന്താ പറയാ ഉപയോഗിക്കാൻ താല്പര്യമില്ല. അതായത് നമ്മളിപ്പോ തുളസിയില കാപ്പിയിടും, അല്ലെ? തുളസിയില കാപ്പിയിടും. തുളസിയില കൊണ്ട് മറ്റു പല, പിന്നെ ഈ ജലദോഷം വരാതിരിക്കാൻ ചില അപ്പൂപ്പന്മാരും മൂക്കിലെടുത്ത് തിരികെ വെച്ചേക്കുന്നതാണ്. കാരണം ചില വീട്ടിൽ ഒന്ന് ചോദിക്കും, ഇപ്പൊ തുളസി എന്ന് പറയുന്ന പെൺകുട്ടിയുള്ള വീട്ടിൽ ചെന്നൊരു അപ്പൂപ്പൻ ചോദിച്ചേക്കാം, എനിക്ക് ശരിക്കും നേരിട്ട് അറിയാൻ കേട്ടോ, തുളസി ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ അവിടുത്തെ ആൾ ചോദിക്കും എന്തിനാന്ന് ചോദിക്കും, ഒന്ന് മൂക്കി കയറ്റാനാന്ന് പറയും. അങ്ങനെ പല രസകരമായുള്ള സംഭവങ്ങളും ഉണ്ട്. ചിലപ്പോ വലുപ്പായിട്ട് തോന്നിക്കാൻ വേണ്ടായിരുന്നു, അല്ലേ? എന്നാലും കിടക്കട്ടെ, വല്ലപ്പോഴും അല്പം തമാശയൊക്കെ ഇരിക്കുന്നത് നല്ലത് തന്നെയാണ്. അപ്പൊ തുളസിയില ഹൽവയ്ക്ക് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നമുക്കൊന്ന് നോക്കാം. തുളസിയില 2 കപ്പ്, പഞ്ചസാര 3 കപ്പ്, ഗോതമ്പ് പൊടി 1.5 കപ്പ്, നെയ്യ് 1 കപ്പ്, ക്രിസ്മസ് നട്ട്സ് ആവശ്യത്തിന്, 2 ഗ്ലാസ് വെള്ളം. അപ്പൊ വേണ്ട സംഭവങ്ങൾ എന്തൊക്കെയാന്ന് പറഞ്ഞുതരാം. തുളസിയില 2 കപ്പ്, പഞ്ചസാര 3 കപ്പ്, ഗോതമ്പ് പൊടി 1.5 കപ്പ്, 1 കപ്പ് നെയ്യ്, പാകത്തിന് കിസ്മിസും അണ്ടിപ്പരിപ്പും, പിന്നെ 2 ഗ്ലാസ് വെള്ളം. അപ്പൊ ഇതാണ് വേണ്ടത് ഔഷധ പ്രാധാന്യമുള്ള ഹൽവയ്ക്ക് വേണ്ടിയുള്ളത്. തുളസിയില നമ്മൾ ഭാരതീയർ വളരെ പവിത്രമായി കരുതുന്നതാണല്ലോ. അപ്പൊ തുളസിയിലേക്ക് ഈ തമോ ഗുണം മാറ്റാനുള്ള സിദ്ധിയും കൂടി ഉണ്ടെന്നാണ്. നമ്മളുടെ ഉള്ളിലുള്ള സാത്വിക ഭാവം വരും, സത്വഗുണം നമുക്ക് കൂടും, അത് കൂടും. അപ്പൊ അങ്ങനെയുണ്ട്. അപ്പം ശരീരത്തിന് മാത്രമല്ല മനസ്സിനും വളരെയധികം ആരോഗ്യം തരുന്നതാണ് ഈ തുളസിയില വിഭവങ്ങൾ. അപ്പൊ സത്വഗുണമുള്ള ഹൽവ എന്ന് വേണമെങ്കിൽ നമുക്ക് ചുരുക്കി പറയാം കേട്ടോ, സത്വ ഹൽവ. അപ്പൊ തുളസിയില ഹൽവയ്ക്കുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞു തന്നു, അതിന്റെ അളവ് പറഞ്ഞു, ഏത് കപ്പ് എടുത്താലും ഉള്ള അളവുകൾ നമ്മൾ പറഞ്ഞു തന്നു. ഇനിയും അത് നമ്മൾ ഇപ്പോ ചെയ്യുന്നത്, സാധാരണ നമുക്ക് ഗ്യാസിൽ വേണമെങ്കിലും ചെയ്യാം, പക്ഷെ ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് ഇലക്ട്രിക് കുക്കറിലാണ്. ഇലക്ട്രിക് കുക്കറിൽ ചെയ്യാനേ എളുപ്പമുണ്ട്, അല്ലെങ്കിൽ നോൺ സ്റ്റിക് പാനിൽ ചെയ്താലും വളരെ എളുപ്പം, വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ്, എല്ലാ വീടുകളിലും ഉള്ളതുമാണ് തുളസിയില എന്ന് പറഞ്ഞാൽ. ബാക്കിയുള്ള സംഭവങ്ങളും ഇതിലിപ്പോ മൈദയൊന്നും ഇടുന്നില്ല, അതും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഗോതമ്പ് പൊടി തന്നെ എടുത്തിട്ടുണ്ട്, ഗോതമ്പ് ഉപയോഗിച്ചാണല്ലോ ബേസ്. അപ്പൊ ഇത് ഈ മാറ്റി വെച്ചേക്കുന്ന സോയാ സോസ് ഒന്നുമല്ല, തുളസിയിലയുടെ നീരാണ് കേട്ടോ. നമ്മളിത് പറയാത്തതുകൊണ്ട് തുളസിയില ഈ എടുത്ത 2 കപ്പിന്റെ നീരാണ്, അല്ലേ? 2 കപ്പ് വെള്ളം എടുത്തല്ലോ, അതിലെ 1 കപ്പ് വെള്ളം, 1 ഗ്ലാസ് വെള്ളം ഈ 2 കപ്പ് തുളസി ഇലയില് ഒഴിച്ച് മിക്സിയിൽ നന്നായിട്ട് അടിക്കണം, അരിച്ചെടുക്കണം. അതാണ് ഇത്. ഈ 2 കപ്പ് തുളസിയില ഇതുപോലെ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് മിക്സിയിൽ അരിച്ചെടുത്തതാണ് ഇത് കേട്ടോ. അപ്പൊ എന്റെ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ജ്യൂസ് മാത്രമേ ഉള്ളൂ, അതിന്റെ തരികളൊന്നുമില്ല. അപ്പൊ ഇനി അടുത്തത് എന്താ ചെയ്യേണ്ടത്? അപ്പൊ നമ്മളത് അരിച്ചെടുത്തിട്ട് ഇതാണ് തുടക്കത്തിൽ ചെയ്യുന്നത്. ഇതാണ് ഇതിലെ പ്രധാന ഘടകം. ഇനി നമ്മള് ഈ മിച്ചം ഉള്ള 1 ഗ്ലാസ് വെള്ളം ഈ ഗോതമ്പ് പൊടിയിൽ ഒഴിച്ച് എല്ലാം കൂടി ഒന്നിച്ച് ഇലക്ട്രിക് കുക്കറിലേക്ക് ഒഴിക്കാൻ പോവാണ്. അതാണ് പറഞ്ഞല്ലേ, എളുപ്പം മാഗി നൂഡിൽസ് ഉണ്ടാക്കുന്ന പോലെ എളുപ്പമുള്ള പരിപാടിയാണല്ലേ. പക്ഷെ എനിക്ക് ഇപ്പോഴും സംശയം എന്ന് പറഞ്ഞാൽ ഈ തുളസിയിലയുടെ കവർപ്പ് എങ്ങനെ ടീച്ചർ ഓവർകം ചെയ്യുന്നുള്ളതാണ്. അവസാനം കൺഫ്യൂഷൻ. അതുകൊണ്ട് പഞ്ചസാര കൂടുതൽ പഞ്ചസാര, നെയ്യ് എല്ലാം കൂടി വരുമ്പോ തുളസിയിലേക്ക് ചവർപ്പല്ല, അല്ല അത് പിന്നെ എനിക്കല്ല, നമ്മള് തുളസി കഫ് സിറപ്പ് ഒക്കെ യൂസ് ചെയ്യാറില്ലേ, വളരെയധികം ഔഷധ മൂല്യമുള്ളതാണ്. അപ്പം അത് നല്ലതാണ്. അതിന്റെ ആ ടേസ്റ്റ് ഈ നെയ്യും പഞ്ചസാരയൊക്കെ വരുമ്പോ മാറും. അപ്പൊ നമ്മള് ആദ്യം ഗോതമ്പ് മാവിലേക്ക് ബാക്കി വന്ന 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമ്മൾ ചെറുതായിട്ട് മിക്സ് ചെയ്തു. അതിനുശേഷം തുളസിയിലയുടെ നീര് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം 3 കപ്പ്, അതായത് 2 കപ്പ് തുളസിയില എടുത്തിട്ടുണ്ടെങ്കിൽ 3 കപ്പ് പഞ്ചസാര, 3 കപ്പ് പഞ്ചസാരയും കൂടെ അതിലേക്ക് തട്ടി കൊടുത്തു.
ഇനി ഇതെല്ലാം കൂടി ഇലക്ട്രിക് കുക്കറിലേക്ക് മിക്സ് ചെയ്താൽ മതി. ഇതിപ്പോഴല്ല വെക്കേണ്ടത് അണ്ടിപ്പരിപ്പ് മുകളിൽ. അത് കുറച്ച് അതിന്റെ പകുതി മിക്സ് ചെയ്യും, ബാക്കി പകുതി നമ്മൾ ഗാർണിഷ് ചെയ്യാൻ. ഇതൊന്ന് ഇളക്കുന്നേ ഉള്ളൂ, വെറുതെ ഇലക്ട്രിക് കുക്കറിൽ തന്നെ ഇട്ട് ഇളക്കിയാലും മതി. ശരി. നമ്മള് ലാസ്റ്റ് ആയിട്ട് പഞ്ചസാര ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കാണ്. നെയ്യ് ആഡ് ചെയ്തോ? ഇല്ല, അത് നമ്മൾ ഇലക്ട്രിക് കുക്കറിൽ ഇട്ടിട്ട് ഒഴിച്ചിട്ട്. അപ്പൊ ഇനി നമ്മൾ ഇത് ഇലക്ട്രിക് കുക്കറിലേക്ക് പകർന്നു കൊടുക്കാൻ പോവുകയാണ്. ഈ അത്യാധുനിക സൗകര്യങ്ങളുള്ള ഉപകരണത്തിന്റെ പ്രവർത്തനം എനിക്കൊന്ന് കണ്ടുപിടിക്കണം. എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്? ആദ്യം നെയ്യ് അതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ഓൺ ചെയ്തതിന് ശേഷമാണോ? അല്ല, ഇട്ടിട്ട് ഓൺ ചെയ്താലും മതി. ആദ്യം നെയ്യ് അതിലേക്ക് പകർന്നു കൊടുത്തിട്ടുണ്ട്. ഓണായി. ഈ തരി പോലെ കിടക്കുന്നുണ്ട്. അത് അതിലിട്ട് ഇടുമ്പം നമ്മളെ അലിഞ്ഞു വരുമ്പം ഇളക്കുമ്പോ ശരിയാണ്. അത് ശരിയാണ്. നമ്മളിപ്പോ ചിലപ്പോ ഈ ഗോതമ്പ് പൊടി ഇങ്ങനെ തരി പോലെ കാണും കേട്ടോ, ഈ കട്ടി പോലെ പിടിക്കും. പക്ഷെ അത് അതിലിട്ട് അലിഞ്ഞു വരുമ്പോ അതങ്ങ് ശരിയാകുമെന്നാ പറയുന്നത്. അപ്പോ തുളസിയില നീര്, ഗോതമ്പ് പൊടി, പഞ്ചസാര ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത സംഭവമാണ്. അതിൽ നമുക്ക് കുറച്ച് കിസ്മിസും നട്ട്സും കൂടി അങ്ങ് ഇടാം. ഇടുമ്പോ അല്പം കേട്ടോ, മുഴുവൻ എടുക്കുന്നത്. മുഴുവൻ വേണ്ട, നമ്മൾ ഗാർണിഷ് ചെയ്യാൻ കുറച്ച് വെച്ചിട്ട് കിസ്മിസും നട്ട്സും. അപ്പൊ കിസ്മിസും, അതായത് പകുതി കിസ്മിസും പകുതി അണ്ടിപ്പരിപ്പ് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി അത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളിത് അടയ്ക്കാറായോ ടീച്ചറെ? അടയ്ക്കാം. അടച്ചു വയ്ക്കാം. നമുക്കിത് അടച്ചു വയ്ക്കാം. ഈ റൈസ് കുക്കറിലെ ടൈമിംഗ് ഒക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം. ഇലക്ട്രിക് കുക്കറിൽ അത് ഇതിന്റെ ജലാംശം വറ്റുമ്പോൾ തനിയെ ഓഫ് ആകും. ജലാംശം വറ്റുമ്പോൾ തനിയെ ഓഫ് ആകും. അങ്ങനെയാണ്. അപ്പൊ ഏതാണ്ട് അതിന്റെ ഒരു 10-15 മിനിറ്റ് മതി. നമ്മളിപ്പോ ഇത് ഗ്യാസിലാണ് ചെയ്യുന്നതെങ്കിൽ എങ്ങനെയാ പ്രൊസീജിയർ? ഗ്യാസിലാണെങ്കിൽ 10 മിനിറ്റിന് മുമ്പേ. ഇലക്ട്രിക് കുക്കറിൽ നോൺ സ്റ്റിക്ക് ആണെങ്കിൽ വേഗം ആകും. അതിൽ ഒഴിച്ചു ഇതേപോലെ ഒഴിച്ചു വയ്ക്കാം. പക്ഷെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതാകുമ്പോ ഇടയ്ക്കൊന്നും ഇളക്കിയാൽ മതി. അപ്പൊ ഗ്യാസിലാണെങ്കിൽ ഇടയ്ക്കൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലേ? അപ്പൊ ഇത് ജലാംശം വറ്റി തീരാറാവുമ്പോഴത്തേക്ക് ഇത് തന്നെ ഓഫാകുമെന്നാണ് ടീച്ചർ പറയുന്നത്. അത് വിശ്വസിക്കാം. ഓഫ് ആവുമല്ലോ അല്ലേ? എന്തായാലും നമുക്ക് ഇതൊന്ന് റെഡിയായി വരുന്നവരെ നമുക്ക് ടീച്ചറിന്റെ, അതായത് ഞാൻ പറഞ്ഞ ഒരുപാട് കവിതകളൊക്കെ എഴുതിയിട്ടുണ്ട്. വലിയൊരു കവയത്രിയാണ്. കുട്ടികളുടെ കവിത കഴിഞ്ഞ എപ്പിസോഡിൽ എനിക്ക് എളുപ്പം ഇഷ്ടപ്പെട്ട ഒരു കവിത ഞാൻ പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ മുതിർന്നവർക്കുള്ളത് വളരെ രസകരമായ, അതായത് നമ്മുടെ കറണ്ട് അഫയേഴ്സിനെയൊക്കെ ഉൾപ്പെടുത്തിയുള്ള കവിതകളൊക്കെ ടീച്ചറിന്റെ കയ്യിലുണ്ട്. അപ്പൊ ടീച്ചർ അത് നമുക്ക് വേണ്ടി ഇപ്പൊ പറയും. സോ അതിന്റെ പ്രേക്ഷകർക്ക് വേണ്ടി നല്ലൊരു കവിത പാടി, കുറച്ച് മതി. നേരത്തെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ tunchan.com തന്നെ. tunchan.com അതാണ് കേട്ടോ, എല്ലാത്തിന്റെയും പേര് ഭയങ്കര കോമഡിയാ. tunchan.com അത് നമ്മളുടെ ആധുനിക മലയാള ഭാഷയുടെ പിതാവാണല്ലോ എഴുത്തച്ഛൻ. ധാർമ്മിക മൂല്യങ്ങൾക്കൊക്കെ അപജയം സംഭവിക്കുന്ന സമൂഹത്തിലേക്ക് എഴുത്തച്ഛൻ പുനരാഗമിച്ചെങ്കിൽ എന്ന ആഗ്രഹം, അതാണ് കവിത. tunchan.com. വന്നാലും മഹാകവേ പുനർജന്മത്തെ പോകെ മഞ്ഞിതിൽ ഉളവായോരന്ധത മാറ്റിടുവാൻ ഐതിതന്നുത്തുംഗത്തിൽ ഏറി നിൽക്കുന്നു ഞങ്ങൾ ജേതാക്കൾ. ഗോളങ്ങളെ കൈക്കുള്ളിലൊതുക്കുന്നു. സ്വന്തമായിട്ട് എഴുതിയ കവിതയാണെന്ന് ബോധ്യമായി കേട്ടോ. ഞാൻ കാണാതെ പഠിച്ച് പറഞ്ഞതല്ല. എന്തായാലും നമ്മുടെ ഈ കവിതയൊന്ന് ഞാൻ മനസ്സിലാക്കി നിങ്ങളുടെ മുമ്പിൽ ഒന്ന് പറയണമെന്നൊക്കെ വെച്ചിരുന്നു. പക്ഷെ ആ സമയം കൊണ്ട് നമ്മുടെ തുളസിയില ഹൽവയുടെ ഒരു ഇതായി ഇനി ഒന്ന് ഇളക്കിയിട്ട് പിന്നെ ഇപ്പൊ അത് കുറച്ചു നേരം അത് ഓൺ ചെയ്ത് വെച്ചപ്പോഴത്തേക്ക് അത് കുറച്ച് ആ പാകത്തിന്, അതായത് ജലാംശം അല്പം കുറഞ്ഞോട്ട് മുഴുവനെ കുറക്കി കൊടുക്കണം. എന്നിട്ട് വീണ്ടും ഒന്നും കൂടെ അടച്ചു വെക്കണം അല്ലേ? അപ്പൊ എന്തായാലും ഒരു കവിത കേട്ടിരുന്നു. ഇടയ്ക്കൊക്കെ ട്യൂൺ ചെയ്ത് വന്നവരായിരിക്കും ഈ സ്വാദിൽ ആദ്യമായിട്ടായിരിക്കും കേട്ടോ വേറൊരു കലാരൂപത്തിനെ പ്രോത്സാഹിക്കുന്നത്. പാട്ടൊക്കെ പാടിപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഇത്രയും മനോഹരമായ ഒരു കവിത ആരും പാടി. കവിതയുടെ മുക്കാൽ ഭാഗ്യമായുള്ളൂ. ആ കവിതയുടെ അവസാനം കുറച്ചും കൂടി ഉള്ളതാണ്. പ്രോഗ്രാം അതുകൊണ്ട് ഞാനത് അവിടെ നിർത്തിയതാണ്. ശരി. അപ്പോ എന്തായാലും വളരെ നല്ലൊരു കവിത കേട്ടു. അതുപോലെ തന്നെ വളരെ ഔഷധ പ്രാധാന്യമുള്ള ഒരു വിഭവമാണ് നമ്മുടെ അടുപ്പിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മളൊരു ചെറിയ ബ്രേക്കിലേക്ക് പോവാണ്. വി ആർ ഗോയിങ് ഫോർ എ ഷോർട്ട് കമേഴ്ഷ്യൽ ബ്രേക്ക് ആൻഡ് വിൽ ബി ബാക്ക് സൂൺ. അപ്പോളോ ഗോൾഡ് അവതരിപ്പിക്കുന്നു കേരളത്തിൽ ആദ്യമായി അൺകട്ട് ഡയമണ്ടുകളിലെ നിത്യവിസ്മയങ്ങൾ. ഫ്യൂഷൻ അൺകട്ട് ഡയമണ്ട് ജ്വല്ലറി എക്സിബിഷൻ ജൂലൈ 1 മുതൽ 28 വരെ. അപ്പോളോ ഗോൾഡ്.
പാട്ടിൻ റീമിക്സ്. ചുടു ചുടു വാർത്തകൾ, കളിച്ചിരി കഥകൾ.